കൂട്ടുകാരായ 3 ആടുകളുടെയും കുറുക്കന്റെയും കഥയാണ് അടുത്തത്. കാടിനടുത്ത് അതിമനോഹരമായൊരു പുൽമേടുണ്ടായിരുന്നു. അവിടെയാണ് 3 മിടുമിടുക്കന്മാരായ മുട്ടനാടുകൾ മേഞ്ഞു നടന്നിരുന്നത്. അവർ വലിയ കൂട്ടുകാരായിരുന്നു. ഒരുമിച്ച് കളിച്ചും ഇളം പുല്ല് തിന്നും അരുവിയിലെ വെള്ളം കുടിച്ചും അവർ സന്തോഷത്തോടെ ജീവിച്ചു. എന്നാൽ ദുഷ്ടനായ ഒരു കുറുക്കൻ അവരെ കൊല്ലാൻ തക്കം നോക്കി നടക്കുന്നുണ്ടായിരുന്നു. രാവിലെ മേഞ്ഞു നടക്കാനെത്തുന്ന ആടുകളെ കൊതിയോടെ അവൻ നോക്കുമായിരുന്നു. എന്നാൽ എന്നും ഒരുമിച്ച് നടക്കുന്ന ആടുകളെ ആക്രമിക്കാൻ അവന് ധൈര്യം വന്നില്ല. എന്നിട്ടും കൊതി അടക്കാനാവാതെ കുറുക്കൻ അവരുടെ മേൽ ചാടി വീണു. പിന്നത്തെ കാര്യം പറയാനുണ്ടോ? ആടുകൾ 3 ചേർന്ന് കുറുക്കനെ കൊമ്പുകൊണ്ട് കുത്തിയും കാലുകൊണ്ട് തൊഴിച്ചും ഓടിച്ചു. കുറുക്കനാകട്ടെ ജീവനും കൊണ്ട് പാഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആടുകൾ അരുവിയിൽ നിന്നും വെള്ളം കുടിക്കുകയായിരുന്നു. അതിലൊരുത്തന് തന്റെ പ്രതിബിംബം അരുവിയിൽ കണ്ടപ്പോൾ ഒരു കാര്യം തോന്നി. കൂട്ടുകാരെ, കണ്ടില്ലേ? കൂട്ടത്തിൽ ഏറ്റവും വലിയ കൊമ്പുള്ളത് എനിക്കാണ്. കൂടുതൽ ശക്തിയും എനിക്ക് തന്നെ. എന്റെ കുത്തും തൊഴിയും കൊണ്ടാണ് ആ കുറുക്കൻ പേടിച്ചോടിയത്. അതുകൊണ്ട് നാളെ മുതൽ ഞാൻ ഒറ്റയ്ക്ക് മേയുവാനിറങ്ങും. ചങ്ങാതി, ഇത്രയും നാൾ ആ കുറുക്കന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് നമ്മുടെ 3 പേരുടെയും ശക്തി കൊണ്ടാണ്. നീ ഒറ്റയ്ക്ക് പോയാൽ നിന്നെ തീർച്ചയായും അവൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തും. പക്ഷേ അഹങ്കാരിയായ അവൻ അതൊന്നും വകവയ്ക്കാതെ പറഞ്ഞു, എന്റെ കൊമ്പിന്റെ കുത്തേറ്റാൽ ഏത് ശക്തനും ഓടിപ്പോകും. പിന്നെയാണ് ഈ പീറ കുറുക്കൻ. അങ്ങനെ പിറ്റേന്ന് രാവിലെ അവൻ മേയുവാനിറങ്ങി. ആദ്യമായിട്ടാണ് അവൻ ഒറ്റയ്ക്ക് വരുന്നത്. കാടിന്റെ ഭംഗി ആസ്വദിച്ച് അഹങ്കാരത്തോടെ നടന്ന അവൻ കുറുക്കന്റെ കണ്ണിൽപ്പെട്ടു. ഒറ്റയ്ക്ക് വന്ന ആടിനെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് അവന്റെ കണ്ണുകൾ വിടർന്നു. ഇത് തന്നെ പറ്റിയ അവസരം. അവൻ ആടിനുമേൽ ചാടി വീണു. മടയനും അഹങ്കാരിയുമായ ആടിന് ഒറ്റയ്ക്കായതുകൊണ്ട് തിരിച്ചൊന്നും ചെയ്യാനായില്ല. അവന്റെ നിലവിളി പോലും ആരും കേട്ടില്ല. മറ്റു 2 പേരാകട്ടെ പുതിയ കൂട്ടുകാരുമൊത്ത് വളരെ കാലം സന്തോഷത്തോടെ ജീവിച്ചു. അഹങ്കാരിയായ ആടിന്റെ അവസ്ഥ കണ്ടോ? അഹങ്കാരം മൂലം അവന് സ്വന്തം ജീവൻ തന്നെ നഷ്ടമായി. അതുകൊണ്ട് എന്റെ കൂട്ടുകാരെല്ലാം വിനയത്തോടെ പെരുമാറാൻ പഠിക്കണം. അഹങ്കാരം മനസ്സിൽ നിന്നും പൂർണ്ണമായി നീക്കുകയും വേണം. അടുത്തത് 2 കുഞ്ഞു കിളികളെ പറ്റിയുള്ള പാട്ടാണ്. കൂട്ടുകാരെല്ലാം കൂടെ പാടാൻ മറക്കരുതേ. One
കൂട്ടുകാരന്മാരായ കരടിക്കുട്ടന്മാരുടെ കഥയാണ് അടുത്തത്. പാറക്കെട്ടിലെ 2 ഗുഹകളിലായിരുന്നു കൂട്ടുകാരായ 2 കരടിക്കുട്ടന്മാർ താമസിച്ചിരുന്നത്. അടുത്തുള്ള പുഴയിലെ മീനുകളായിരുന്നു അവരുടെ പ്രധാന ആഹാരം. വിശേഷമായി എന്ത് കിട്ടിയാലും അവർ പങ്കുവെച്ച് കഴിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം കുഞ്ഞൻ കരടി അടുത്തുള്ള കാട്ടിലേക്ക് ചുറ്റിക്കറങ്ങാൻ ഇറങ്ങി. പോകുന്ന വഴിയിൽ മനോഹരമായ കുറച്ച് പഴങ്ങൾ അവൻ കണ്ടു. കൊതിയോടെ അതിലൊരെണ്ണം അവൻ പറിച്ചു തിന്നു. അത്രയും രുചികരമായ പഴം അതിനു മുമ്പ് അവൻ കഴിച്ചിട്ടേയില്ല. പിന്നീട് ബാക്കിയുള്ള പഴങ്ങളും പറിച്ച് തന്റെ ഗുഹയിലേക്ക് യാത്രയായി. പോകുന്ന വഴിയിൽ ആ കൊതിയൻ ചിന്തിച്ചു, ഈ പഴങ്ങൾ ഗുഹയിൽ കൊണ്ടുചെന്നാൽ പകുതി ആ തടിയന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ പഴങ്ങൾ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കാം. രാത്രി അവൻ ഉറങ്ങിയതിന് ശേഷം വന്ന് പഴങ്ങൾ തിന്നാം. അങ്ങനെ പഴങ്ങൾ ഒളിപ്പിച്ച ശേഷം അവൻ ഗുഹയിലേക്ക് നടന്നു. അവിടെ തടിയൻ കരടി കുറച്ചു പഴങ്ങളുമായി കാത്തിരിപ്പുണ്ടായിരുന്നു. ആ പഴങ്ങൾ പങ്കിട്ട് കഴിച്ച ശേഷം അവൻ ഉറങ്ങാൻ പോയി. നേരം പാതിരാത്രിയായി. കുഞ്ഞൻ കരടി ഗുഹയ്ക്ക് പുറത്തിറങ്ങി. ശബ്ദമുണ്ടാക്കാതെ അവൻ പഴങ്ങൾ ലക്ഷ്യമാക്കി നടന്നു. കൊതിയോടെ പാറയിടുക്കിലേക്ക് നോക്കിയ അവൻ കണ്ടത് താൻ കൊണ്ടുവച്ച പഴങ്ങൾ തിന്നുന്ന കുരങ്ങന്മാരെയാണ്. നല്ലവനായ കൂട്ടുകാരനൊപ്പം പങ്കിട്ട് കഴിച്ചിരുന്നെങ്കിൽ പകുതിയെങ്കിലും എനിക്ക് കിട്ടുമായിരുന്നു. തന്റെ അത്യാഗ്രഹവും സ്വാർത്ഥതയുമാണ് ഇതിന് കാരണമെന്ന് അവന് മനസ്സിലായി. അങ്ങനെ അവൻ നിരാശയോടെ തന്റെ ഗുഹയിലേക്ക് മടങ്ങി. സ്വാർത്ഥത കൊണ്ട് ഒന്നും നേടാനാവില്ലെന്ന് കൂട്ടുകാർ ഈ കഥയിലൂടെ മനസ്സിലാക്കിയില്ലേ? ഇനി ഒരു കുട്ടിക്കൊമ്പിന്റെയും കുറെ കൂട്ടുകാരുടെയും കഥ കേട്ടാലോ? കാട്ടിലൊരു ആനക്കുട്ടി പിറന്ന വിവരമറിഞ്ഞ എല്ലാവരും രാവിലെ തന്നെ അവിടേക്ക് പുറപ്പെട്ടു. അങ്ങനെ മൃഗങ്ങളെല്ലാം രാവിലെ തന്നെ ആനക്കുട്ടിയുടെ ചുറ്റും കൂടി. തടിച്ചുകൂടിയ മൃഗങ്ങളുടെ ശബ്ദം കേട്ട് കുട്ടിക്കൊമ്പൻ പതുക്കെ കണ്ണു തുറന്നു. അവൻ ആകാംക്ഷയോടെ എല്ലാവരെയും നോക്കി. പല നിറത്തിലുള്ള മൃഗങ്ങളെ കണ്ടപ്പോൾ അവൻ പെട്ടെന്ന് തന്നെ നിരാശനായി. താനും തന്റെ അമ്മയും മാത്രം കാത്തിരിക്കുന്നു എന്നവന് തോന്നി. അവൻ വിഷമത്തോടെ അമ്മയുടെ പിന്നിലേക്ക് ഒളിച്ചു. അങ്ങനെ അവന് പുറത്തിറങ്ങാൻ പോലും ഇഷ്ടമില്ലാതായി. കൂട്ടുകാർ എത്ര വിളിച്ചിട്ടും കളിക്കുവാൻ പോലും അവൻ പോയില്ല. തീറ്റ തേടുവാനും അവൻ ഒറ്റയ്ക്കാണ് പോയിരുന്നത്. അങ്ങനെ ഒരു ദിവസം അമ്മയെ തേടി ഒരു മാൻ ഓടിയെത്തി. കൂട്ടുകാരെല്ലാവരും കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒന്ന് രക്ഷിച്ചില്ലെങ്കിൽ അവരെ വേട്ടക്കാർ കൊണ്ടുപോകും. അപ്പോൾ തന്നെ അമ്മയാന പുറപ്പെട്ടു.
കൂട്ടുകാരെ രക്ഷിക്കുന്നത് കാണാനായി കുട്ടിക്കൊമ്പനും കൂടെ ചെന്നു. എത്തിയ ഉടൻ തന്നെ ആനയമ്മ കൂടെല്ലാം തല്ലി തകർത്ത് കൂട്ടുകാരെ എല്ലാം രക്ഷിച്ചു. ഇതെല്ലാം അത്ഭുതത്തോടെ കണ്ട ആനക്കുട്ടിക്ക് വളരെ സന്തോഷമായി. അങ്ങനെ ഒരു കാര്യം അവന് മനസ്സിലായി. തന്റെ അമ്മയുടെ ശക്തിയാണ് കൂട്ടുകാരുടെ ജീവൻ രക്ഷിച്ചത്. ഞാൻ വലുതാകുമ്പോൾ അമ്മയേക്കാൾ ശക്തനാകും. അന്നു മുതൽ ആനക്കുട്ടി സന്തോഷത്തോടെ ചിരിച്ചും കളിച്ചും നടന്നു. ചെറിയ ചെറിയ കുറവുകൾ ഓർത്ത് ദുഃഖിച്ച് നേരം കളയാതെ ഉള്ളിലുള്ള വലിയ കഴിവുകൾ കണ്ടെത്തി അതിനായി പരിശ്രമിക്കുക. ഞാൻ പറഞ്ഞ കഥകളെല്ലാം കൂട്ടുകാർക്ക് ഇഷ്ടമായില്ലേ? ഇനിയും രസകരമായ ഒരുപാട് കഥകളുമായി ഞാൻ വീണ്ടും വരും. അത് കേൾക്കാനായി കൂട്ടുകാരെല്ലാം കാത്തിരിക്കുമല്ലോ, അല്ലേ? ടാറ്റാ.